ടി.എൻ. പ്രതാപൻ ഉപേക്ഷിച്ച പോസ്റ്ററുകളും ബാനറുമൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? എന്തായാലും നറുക്കു മാറി വീണ് സ്ഥാനാർത്ഥി വേഷമിടേണ്ടി വന്ന കെ മുരളീധരൻ തൃശ്ശൂരിൽ അത്രയും ശുഭകരമായല്ല തുടങ്ങിയത്. പാരമ്പര്യവും പൈതൃകവുമൊക്കെ ഓർത്തെടുത്ത് നേതാക്കൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് അണികളിലേക്കും വോട്ടർമാർക്കിടയിലേക്കും എത്ര എത്തിക്കാൻ കഴിയുന്നു എന്നത് സംശയത്തിലാണ്. തോൽവിയുടെയും തിരിച്ചടികളുടെയും കൈപ്പേറിയ അനുഭവങ്ങളാണ് തൃശ്ശൂർ നേരത്തെയും നൽകിയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലായിരുന്നു കണ്ണ് എങ്കിലും വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പറിച്ചു നട്ട് വീണ്ടും വാടാൻ വിട്ടതാണോ എന്ന ആത്മവിശ്വാസക്കുറവ് പ്രചാരണത്തിൽ നിഴലിക്കുന്നുണ്ട്. താരപരിവേഷത്തിൻ്റെ പൂരമഹിമകൾ തൃശ്ശൂരിനെ വീണ്ടും എടുത്തുകൊണ്ടുപോയി സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ച സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്തോറും കിതപ്പ് കൂടുകയുമാണ്. 3 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയ ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയുടെ വെറും താരപരിവേഷവും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യവും വോട്ടാക്കാമെന്ന പ്രതീക്ഷയാണ് ഇത്തവണയും നയിക്കുന്നത് എന്ന് വ്യക്തം. പ്രവർത്തകരെക്കാൾ ഈവന്റ് മാനേജ്മെൻറ്റ് ടീമാണ് പ്രചരണ രംഗത്ത് എന്ന രഹസ്യം പറച്ചിൽ അണികളിൽ ഒടുങ്ങാതെ ഇപ്പോൾ വോട്ടർമാർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. സാംസ്കാരിക നഗരിയിലെ വോട്ടർമാർ ഈ വേഷം കെട്ട് നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതുമാണ്. ഇവിടെ വി.എസ്. സുനിൽകുമാർ വ്യത്യസ്തനാവുന്നത് ആ നേതൃശേഷി ഓരോ വീട്ടുകാരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന നിലയ്ക്കാണ്. കൃഷിമന്ത്രി ആയിരിക്കുക മാത്രമല്ല, ഓരോ വീട്ടിലും കൃഷിയുടെ സന്ദേശം എത്തിച്ചു. കൊറോണ കാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കൊയ്ത്തുപാടത്തും മന്ത്രിയെ കാണാം. കാഴ്ചക്കാരനായല്ല, കൂട്ടത്തിൽ ഒരുവനായാണ് എവിടെയും പ്രത്യക്ഷപ്പെടുന്നത്. ഏത് പദവിയാണോ ജനങ്ങൾ ഏൽപ്പിക്കുന്നത് ആ പദവിയിൽ മുഴുവൻ സമയ അർപ്പണത്തോടെ എന്ന അനുഭവമാണ് നാട്ടുകാരനായ സുനിൽ. ലോക്സഭാ മണ്ഡല പരിധിയിലെ 7 നിയമസഭാ മണ്ഡലത്തിലും LDF വിജയിച്ചതാണെന്ന അമിത പ്രതീക്ഷകളൊന്നുമില്ല. ജനങ്ങൾ വിശ്വസിച്ചും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുമാണ് ആത്മവിശ്വാസത്തോടെ പ്രചാരണ രംഗത്തെ മുന്നേറ്റം. അതുതന്നെയാണ് സുനിലിൻ്റെ മേൽക്കൈ എന്നും വോട്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു.